മണിക്കൂറുകൾ കടന്നുപോയി. ബ്യൂമോണ്ട് ഹോം അനാഥമായി. നാൻസിക്ക് ഭയം കൂടിക്കൂടി വന്നു. അങ്ങനെ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു പോയ കുട്ടികൾ അന്നേരമായിട്ടും വന്നില്ല. നേരം ഇരുട്ടി തുടങ്ങിയതും രാവിലെ ജോലിക്ക് പോയ അവരുടെ അച്ഛൻ തിരിച്ചു വന്നു. തിരികെ എത്തിയ അച്ഛൻ അവിടെ കണ്ടത് നിശബ്ദമായി കിടക്കുന്ന തൻ്റെ വീടും പേടിച്ചു വിറച്ചിരിക്കുന്ന തൻ്റെ ഭാര്യയുമായിരുന്നു. അങ്ങനെ അയാൾ വിവരങ്ങൾ അന്വേഷിച്ച് പോലീസിനെ കോൺടാക്ട് ചെയ്തു. ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ തിരച്ചിലായിരുന്നു പിന്നീട് നടന്നത്. ബീച്ച്, ഡ്യൂണ്, ചുറ്റുപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒരു ഇഞ്ച് വിടാതെ അവർ അന്വേഷിച്ചു. മിസ്സിംഗ് നോട്ടീസുകൾ പഠിച്ചു. ഒരുപാട് അനോണിമസ് ലീഡ്സ് കിട്ടിയിട്ടും ഒടുക്കം എവിടെയും എത്തിയില്ല. വർഷങ്ങൾ ഇത്ര കടന്നുപോയിട്ടും ഈ കേസ് ഇനിയും ക്ലോസ് ആയിട്ടില്ല. ഒരുപാട് സസ്പെക്ട്സ് ഉണ്ടായിരുന്നു. ഹാരി ഫിപ്സ് ഒരു ബിസിനസ്മാൻ, ഒരു പെഡോഫൈലായ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി പോലീസുകാരെല്ലാവരും ഒരുപാട് കുഴിച്ചു നോക്കി, പക്ഷെ ഒരു തെളിവും കിട്ടിയില്ല. അതുപോലെ ഡെറിക് പേഴ്സി, അയാളൊരു ചൈൽഡ് കില്ലർ ആയിരുന്നു, പക്ഷേ അവിടെയും പോലീസുകാർക്ക് എവിഡൻസ് ഒന്നും കിട്ടിയില്ല. നാൻസിയും ജിമ്മും പിന്നീടും ആ വീട്ടിൽ കഴിഞ്ഞു. അവരുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ. അതുവരെ കുട്ടികളെ സ്വതന്ത്രമായി പറഞ്ഞു വിട്ടിരുന്ന ഓസ്ട്രേലിയക്കാർ അതിനുശേഷം ഒന്ന് പേടിച്ചു. ഇന്ന് 50 വർഷങ്ങൾക്ക് ശേഷം കുട്ടികളെക്കുറിച്ച് വിവരം അറിയുന്നവർക്ക് $1 മില്യൺ ഓസ്ട്രേലിയൻ അവർ റിവാർഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അവരുടെ മിസ്സിങ്ങിന് ഒരു മിസ്റ്ററിയായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?